നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? അത് എന്തോ നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? Could you go ahead, because structure and this thing is still structuralism is still something which I have not really understood. Only that structuralism is one thing that is an aspect of unified science of absolute, but how one or other to figure it out, it's really I honestly speaking I can't come to terms with that is many things is broken, but to a certain extent വരെ എനിക്ക് പറ്റിയുള്ളൂ അത് മനസ്സിലാക്കാൻ. അതായത് അങ്ങനെ ഉള്ളതും കൊണ്ട് അപ്പോൾ പറയുമ്പം ശരത്ജി സ്റ്റാർട്ട് ഓഫ് ചെയ്തോളൂ, ടേക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. I will in between I will come. That's what I can do, to be honest to myself and to the divinity. ശരി, ഞാനും കുറെ റിസർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കറക്റ്റ് ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഒരു ബുക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ഈ ഒരു ബുക്ക് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് ഇനി നമ്മളത് വായിച്ചാൽ കുറച്ചൊരു കിട്ടുമായിരിക്കും ബർഗ്സനെ കുറിച്ച്. കാരണം ഇതിൽ കൂടുതലും ബർഗ്സന്റെ തിയറീസ് ആണ് പറയുന്നത്. അപ്പം ഇത് എന്താണോ, one thing is there. You see, in the beginning part of this, the Henry Bergson is, even though he is intuitive, he does support even the what you call that scientific, that philosophy and സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മോഡേൺ മാനിനെയും അയാളുടെ അവരുടെ അപ്രോച്ചും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ പിന്നീട് നമ്മുടെ ഓത്തർ വളരെ സ്കിൽഫുൾ ആയിട്ടാണ് അദ്ദേഹം പെതുക്കെ ഏതൊക്കെ സയന്റിഫിക് ആസ്പെക്ട്സ് ആണ് പെതുക്കെ ആബ്സല്യൂട്ടിനെ ഡിസ്കവർ ചെയ്യാൻ സഹായിച്ചത്. എസ്പെഷ്യലി ജോമെട്രി ആൻഡ് ആൽജിബ്ര ആ റേഷണലിസ്റ്റ് ഉപയോഗിച്ച ആ ജോമെട്രിക് തിങ്കിങ്, ആൽജിബ്രിക് തിങ്കിങ് വെച്ചിട്ട് ഈ ഇതിലോട്ട് വരുന്നത് ത്രൂ വാട്ട് യു കോൾ ദാറ്റ് മോണഡോളജി ആൻഡ് ആർട്സ് കോമ്പിനറ്റോറിയ, കാന്റിന്റെ പിന്നെ ഞാൻ ചോദിച്ചത് ഈ കാന്റിന്റെ തന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യം, ഒരു ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഈ രണ്ടുപേരും ഈ ഒരു ഫ്രീ വിൽ കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. കാന്റിന്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് ആ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു ഫ്രീ വിൽ തിയറി കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ടൈം ആൻഡ് സ്പേസിന് അപ്പുറമുള്ളതാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അപ്പം മറ്റേത് നമ്മൾ ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ടൈമും സ്പേസും നമ്മൾ രണ്ടുകൂടി വന്ന് അതൊരു ഏകീകരണ ഒരു ഇതിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒക്കെ സംസാരിച്ചു. അത് ആ സയന്റിഫിക് ഇതില് കോർഡിനേറ്റ്സിൽ വരേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പം ഇതിന്റെ അപ്പുറമായിട്ട് അപ്പൊ സയന്റിഫിക് പ്ലെയിന് അപ്പുറം നിൽക്കുന്നതാണ് ഫ്രീ വില്ല്. സംതിങ് അക്കോർഡിംഗ് ടു കാൺ it does not form part of science or mathematics. കാരണം അതിന് it is not having this thing clear accuracy for that, or you cannot define it, and that is what really distinguishes or is the metaphysical from the this thing. That is what makes you a person unique in that sense. ഇപ്പം അനിമൽ ഇതിൽ തന്നെ ആ ഫ്രീ വില്ലിന്റെ ഇതിൽ എത്രമാത്രം കൊണ്ടുവരാം, അനിമൽ അവിടെ എത്രമാത്രം അവർക്ക് ഫ്രീ വില്ലുണ്ട്, ഹ്യൂമൻ കൈൻഡിന്റെ രീതിയിൽ നമ്മൾ മെറ്റാഫിസിക്കൽ പ്ലെയിനിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ ഫ്രീ വില്ല് ബർഗ്സണില് ഹി ടേക്സ് എ ഡിഫറെന്റ് തിങ് ആൻഡ് ഹി സേസ് ദാറ്റ് നമുക്ക് ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഫ്രീ വിൽ ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സയൻസ്. അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് നമുക്ക് ഒരു തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റേ നമുക്ക് ഇല്ല. അപ്പം അതാണ് ഇവരും പറയുന്നത്, അതാണ് ഈ നോമിനലിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അതാണ് നോമിനൽ Cartesian correlates for the first time gave a schematic status to the normalistic thinking. ആ normalistic thinking ഇത് തന്നെയാണ്, that
the mind can frame no single concept or image corresponding to any universal or general terms എന്ന്. അത് ആ നോർമലിസ്റ്റിക് ചിന്തയാണ് ഇപ്പൊ പറഞ്ഞത്. ഫ്രീ വിൽ ഇല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പിന്നെ അല്ല, ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു കാര്യം സയൻസിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ലെന്നല്ലേ പറഞ്ഞത്? പ്ലെയിനില് ബർഗ്സൺ പറയുന്നത് ഫ്രീ വില്ല്, ഹീസ് ഡിനൈങ് ദ ഫ്രീ വിൽ കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ കാണ്ട്. കാണ്ട എന്ന് പറഞ്ഞാൽ ഫ്രീ വില്ല് ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ ഇതാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഫ്രീ വില്ല് എന്ന കാര്യം എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സയന്റിഫിക് പ്ലെയിനിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്, ഒരു ഇതാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. ഫ്രീ വിൽ സയന്റിഫിക് പ്ലെയിനിൽ ഉണ്ടാകുന്നതാണ്, സയന്റിഫിക് പ്ലെയിനിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതേ പറയുന്ന ഇപ്പൊ അതല്ല ഇദ്ദേഹം ഇൻറ്റ്യൂഷനും ഇന്റലിജൻസും രണ്ടുമായിട്ട് പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇപ്പം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് എ പേഴ്സൺ ഇസ് we know to walk, but how much do we know to swim? How much do you know to swim? Swim. Suppose you are thrown into water. What happens? If you are thrown into something, you develop it. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അപ്പം അവിടെ എന്താണ് പറയുന്നത്, ഒരു ഇന്റലിജൻസ് അവിടെയാണോ അപ്പൊ ഇന്റലിജൻസ് വരുന്നത്, അതോ അതൊരു ഇൻറ്റ്യൂഷൻ ആണോ? ഈ സംഭവം അങ്ങനെയാണോ സയന്റിഫിക് പ്ലെയിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? അതിങ്ങനെ ജസ്റ്റ് ഞാനത് വായിക്കാം. ദ ക്രിയേറ്റീവ് എവല്യൂഷൻ ദാറ്റ് ദോ ഇൻ ഇറ്റ്സെൽഫ് വുഡ് നെവർ ഹാവ് തോട്ട് ഇറ്റ് പോസിബിൾ ഫോർ ദ ഹ്യൂമൻ ബീയിങ്സ് ടു സ്വിം, as it cannot deduce swimming from walking. For swimming to be possible, man must throw itself in water, and only then can thought consider swimming as possible. അപ്പോൾ അവിടെ ഫ്രീ വിൽ വരത്തില്ലേ? അതല്ല, intelligence for Bergson is a practical faculty rather than a pure practical faculty rather than അത് പറയാം, പ്രാക്ടിക്കൽ ഫാക്കൽറ്റി. പക്ഷെ എന്നാലും അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഓക്കെ യു ക്യാൻ സേ പ്രാക്ടിക്കൽ ഫാക്കൽറ്റി അവൻ ഡെവലപ്പ് ചെയ്തു വരുന്നു. ഓക്കെ, rather than pure speculative faculty, a product of evolution used by man to survive. അതാണ് ആ ക്രിയേറ്റീവ് എവല്യൂഷൻ. അത് തന്നെയാണ് ആ ക്രിയേറ്റീവ് എവല്യൂഷൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Metaphysics is to avoid false problems. It should not extend the abstract concept of intelligence to pure speculation, but rather use intuition. അപ്പോൾ അതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇൻറ്റ്യൂഷൻ, ഇന്റലിജൻസ് ആൻഡ് മിയർ സ്പെക്യുലേഷൻ, ഇങ്ങനെ ആ കാറ്റഗറിയിൽ ഉണ്ട്. അപ്പൊ ഇൻറ്റ്യൂഷൻ വിൽ ബി മോർ ബേസ്ഡ് ഓൺ don't classify it. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്കിൽ ഇൻറ്റ്യൂഷൻ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ if you look at images, for example, say you are looking images of a city, you take photographs of a city, then you conceptualize into a three-dimensional this thing. That is more on the intuitional aspect. Okay. Right. We are not seeing things as a whole. Suppose if നമ്മൾ ഹോമറിന്റെ ഒരു പോയം എടുത്ത് you are leaving a single line, but does not give you a whole picture, but we can conceptualize that. And putting into grasp the full dimension of that point. For example, images എടുത്തു കഴിഞ്ഞാൽ we are trying to create it. നമ്മൾ ഇത് കണ്ടു, we have seen some photograph, how beautiful it could be. We are trying, but really in essence it is there. But by intuition, അപ്പം അങ്ങനെയാണ് അതിനൊരു എക്സാമ്പിൾ കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരു റാഷണലൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ തിങ്കിങ് എടുക്കേണ്ടി വരും. ഇൻറ്റ്യൂഷന്റെ ആ ഒരു ഇപ്പൊ ഇന്റലിജൻസ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ഈ ഫ്രീ വില്ലിലേക്ക് നമുക്ക് പിന്നെയും വരാം. ഫ്രീ വില്ലിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക്
നമുക്ക് എത്രമാത്രം ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീ വില്ല് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഹൗ മച്ച് ഡു വി ഹാവ് ദ ഫ്രീ വിൽ? അത് രണ്ട്, നമുക്ക് ഫ്രീ വിൽ എന്ന കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഫിസിക്കലും മെറ്റാഫിസിക്കലും പ്ലെയിനിൽ എടുക്കാം. അത് തന്നെ ടൈമിനെ നമുക്ക് ഫിസിക്കലും മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ എടുക്കാം. ഇനി ഫ്രീ വില്ല് എന്ന് പറയുമ്പോൾ now you take it on a realistic aspect of the senses. അതിൽ വരുമ്പോൾ നമ്മളൊരു I may be going this thing, കാരണം ഒരു we are trying to discuss more of how this nominalistic picture or how, കാരണം ഈ പറഞ്ഞ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, ബർഗ്സൺ ആയാലും ആൻഡോ ആയാലും they have gone into this. അപ്പം അതിൽ നമ്മൾ you go a realistic ഒരു sensual planeൽ വന്നിട്ട് see one you are walking this thing, നമ്മളൊരു we are going to a meeting, അപ്പം അല്ലെങ്കിൽ we are trying to anchor this thing. Now there is a etiquette involved in that, there's social norm involved in that. അപ്പം we have to and there is some dress code for that. See, we have to follow those norms. A family ആയിട്ട് പോകുമ്പോൾ there is a norms for that. അപ്പം നമ്മൾ ആ ഒരു അപ്പം സയൻസിന്റെ എല്ലാത്തിലും നമ്മൾ എടുക്കുമ്പം ഇത് നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, ഈ ഡിസ്കഷൻസ് എല്ലാം ഈ ആ ഒരു യൂട്ടിലിറ്റി ഫ്രെയിമിലേക്ക് അത് വരുവാണ്. സയന്റിഫിക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സയന്റിഫിക് ഇന്നോവേഷൻസ് എന്താണ്, കൂടുതൽ ഫോർ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഉള്ള സുഖ സൗകര്യങ്ങൾ കൂട്ടാനാണ്. ഒരു കൺസ്യൂമർ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആ കാര്യങ്ങൾ, അപ്പൊ ആ ഒരു പ്ലെയിനിലേക്ക് നമുക്ക് എസെൻഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്കഷൻസ് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്ലെയിൻ നമുക്ക് മറന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സെൻഷ്യൽ പ്ലെയിനിൽ ആ സയന്റിഫിക് യൂട്ടിലിറ്റി കാര്യങ്ങൾ നമ്മൾ ആ പേര് ഇത് വെച്ച് വരുമ്പോൾ അവിടെ എത്രമാത്രം നമുക്ക് ഫ്രീ വിൽ ഉണ്ട്, അങ്ങനെ പറയാം. ഫ്രീ വില്ല് നമുക്കുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബർഗ്സിന്റെ കോൺസെപ്റ്റ് അതില് ഒരു റിയാലിറ്റി അതിൻ്റെ അകത്തുണ്ട്, നമുക്കത് കൊണ്ടുവരാം. എന്നാൽ കാണ്ട് പറയുന്ന നമ്മൾ പ്രിൻസിപ്പിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആസ് യു ഗോ മോർ ഇൻ ടു ദ മെറ്റാഫിസിക്കൽ പ്ലെയിൻ, അതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നമ്മൾ എടുത്താൽ മതി, പിന്നെ സീക്കർ ഈ സീക്കിംഗ് നൗ ഹി ക്യാൻ, ഇറ്റ് ഇസ് ലെഫ്റ്റ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ടു ഡിസൈഡ് വെദർ ടു ബി എ സീക്കർ ഓർ നോട്ട്. When the individual consciousness decides that I need to seek, is there not a free will there? ഉണ്ട്, ഫ്രീ വിൽ ഉണ്ട്. അപ്പം നമുക്ക് ഫ്രീ വില്ലിനെ മൊത്തമായിട്ട് ഡിനൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് മാത്രമല്ല, ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റും ഉണ്ട്. ഫ്രീ വിൽ എന്ന് പറയുമ്പം വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ദാറ്റ് സബ്ജക്ട്? Is he is it a functional consciousness that is in him or the functionless consciousness in him? എന്ന് പറഞ്ഞാൽ ഫങ്ഷൻലെസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ഒരു മാറ്റം ഇല്ലാതെ ഒന്നേ ഉള്ളൂ, അഖണ്ഡബോധം. അത് മുനിമാർക്കൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ സേജസിനും അവർക്കൊക്കെ ജ്ഞാനികൾക്കാണ് ഉള്ളത്. ഫങ്ഷണൽ കോൺഷ്യസ്നെസ് സാധാരണ ആളുകൾ ബിക്കമിങ്, ബീയിങ് ആയിട്ടുള്ളതല്ല, ബിക്കമിങ്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കാണ് ഇത് ഉള്ളത്. അപ്പൊ ഈ ഫങ്ഷനിങ് കോൺഷ്യസ്നെസ്, അപ്പൊ ഇത് രണ്ടും വരുവാണെങ്കിൽ, ഈ രണ്ട് ബേസസ് നോക്കുവാണെങ്കിൽ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനം ബേസ് രണ്ടിന്റെയും വ്യത്യസ്തമായാണെങ്കിൽ ഫ്രീ വിൽ ശുദ്ധമായ ഫ്രീ വിൽ ആണോ അല്ലെങ്കിൽ കലർപ്പുള്ളതാണോ എന്ന് ഉള്ള ഒരു വ്യത്യാസവും വരും. അപ്പോൾ ഫ്രീ വിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആൻഡ് മെറ്റഫിസിക്കൽ സ്പേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടിലും കൺസിഡർ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്, അല്ലേ? രണ്ടിലും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫിസിക്കൽ പ്ലെയിനിലോട്ട് നമ്മൾ പോകുമ്പം തീർച്ചയായിട്ടും എന്തോ ഫങ്ഷൻ ചെയ്യും. നമ്മൾ ഔട്ട്വേർഡ് ഓറിയന്റഡ് അല്ലേ? എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഗതികൾ നമ്മൾ എക്സ്പെരിമെന്റിൽ നിന്നും കിട്ടണ്ടേ? അതിൽ നിന്നും നമ്മൾ സെൻസ് ചെയ്ത് മനസ്സിലാക്കണം. സെൻസിബിൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ
ആ കോൺഷ്യസ്നെസ്സിന് ഇറ്റ് ഈസ് നോട്ട് ടോട്ടലി ഇൻവേർഡ് ഫോക്കസ്ഡ്. അത് ഫങ്ഷൻലെസ് കോൺഷ്യസ്നെസ് ആയിരിക്കത്തില്ല, ഫങ്ഷനിങ് കോൺഷ്യസ്നെസ് എന്നുള്ള തലത്തിലായിരിക്കും എല്ലാം ഗ്രഹിച്ചിട്ട്. സയൻസ് മോഡേൺ മാനിന് പുറത്തു നോക്കി അവൻ ഇതെല്ലാം കണ്ടിട്ട് അതിനെ ഗ്രഹിച്ച് അത് പിന്നെ ആഗ്രഹിക്കും. ആ സെൻസ് പ്രകാരം ഗ്രഹിക്കണം, സെൻഷ്യലായിട്ട് ഗ്രഹിക്കണം. ഗ്രഹിച്ചിട്ട് വേണം പിന്നെ അവന് അകത്ത് ഇൻറ്റ്യൂട്ടീവ്. അപ്പോ അവന്റെ ആ കോൺഷ്യസ്നെസ് ലെവലിന്റെ ഇതനുസരിച്ച് പിന്നെ ഇൻറ്റ്യൂട്ടീവ് പവർ അത് അതിന്റെ അല്ലെങ്കിൽ ഫ്രീ വിൽ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്രീ വിൽ അതിന്റെ can there be a classification there also? Free will in the എക്സാമ്പിൾ നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഗുരുജി അടുത്ത് ഞാൻ ഇങ്ങനെ നമ്മൾ ഈ എക്സ്പീരിയൻസ് ആണ് എക്സ്പെരിമെന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ശരത്ത് ഇപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഇച്ചിരി മാവ് എടുത്തു വെച്ചു, ദോശമാവ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് പുറത്ത് വെച്ചിട്ട് അങ്ങ് മറന്നു പോവാണ്. അപ്പം എന്ത് പറ്റി? ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസം ആകുമ്പോ എന്ത് പറ്റും? അത് പുളി തികട്ടി കുറച്ച് കഴിയുമ്പോ എന്ത് വരും? അതിൻ്റെ അകത്ത് പുഴുക്കളെയൊക്കെ കാണാൻ തുടങ്ങും. അപ്പം അവസാനം വന്ന് അപ്പൊ ഈ പുഴുക്കൾ എവിടുന്ന് വന്നു? ആ പുഴുക്കൾ എങ്ങനെ എവിടെ നിന്ന് വന്നു? അമ്മാവില് തന്നെ അത് അവസാനം വന്നു, അതിൽ തന്നെ വന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുകയാണ്? തന്നെ കഴിക്കുകയാണ്. അവസാനം എന്ത് പറ്റും? മാവിൽ തന്നെ അടങ്ങുവാണ്. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ തിയറി നമുക്ക് അതിന്റെ അകത്ത് പഠിക്കാം. ഇത് എങ്ങനെയാ അത് പുഴുക്കള് അതിന്റെ അകത്ത് ബയോളജിക്കൽ ലൈഫ് സ്പാൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്പീഷീസ്, അതിന്റെ മെറ്റമോർഫോസിസ് പഠിക്കാം. ബയോളജി, കെമിസ്ട്രി എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് എനർജി ലിബറേറ്റഡ് ഹൗ മച്ച് ആണ്, is it aerobic or anaerobic process that is taking place? There is also a little bit of energy terms also in that. ഇതെല്ലാം ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്താണോ തുടങ്ങിയത് എല്ലാം അവിടെ തന്നെ ഒടുങ്ങുവാണ് അവസാനം. അപ്പം യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആബ്സല്യൂട്ട് എന്ന് പറയുന്ന പ്ലെയിൻ അതാണ്. മാവ് അവിടെ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറെ പ്രോസസ്സുകൾ നടക്കുന്നു, പലതും ഒക്കെ സംഭവിക്കുന്നു, എല്ലാം നടന്നുകൊണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറെയൊക്കെ പഠിക്കുന്നു. പക്ഷെ ഈ പഠിക്കുന്നത് ഇതൊക്കെ പറയുമ്പം ഈ ഒരു ആബ്സല്യൂട്ട് ഇതിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നതും അതിൽ തന്നെയാണ് അത് ഒടുങ്ങേണ്ടത് എന്നുള്ള ഒരു ബോധം. അപ്പം ഇതെന്താണ്? ഈ പുഴുക്കളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് ഡു? അത് ഉത്ഭവിച്ചു. ഈ മനുഷ്യനെ കണക്ക് തന്നെ നമ്മള് ഈ മാവെന്ന് ഫേവറബിൾ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ അവിടെ അത് സബ്സിസ്റ്റ് ചെയ്യില്ല. അത് പോയി. അപ്പം ഈ മനുഷ്യനും അതേ പുഴുക്കളെ കണക്ക് ഈ മാവെന്ന് പറഞ്ഞ അബ്സല്യൂട്ട് പ്ലെയിൻ, ആ ഭൂമിയിലെ പ്ലെയിനിൽ ജീവിക്കുന്നു. And he is just a consumer. He is feeding on this process, not aware of the fact that he is feeding. ഈ അബ്സല്യൂട്ട് എന്ന ആ ഒരു സത്യത്തെ ബോധമില്ലാതെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ തന്നെ ഇതിൽ ഒടുങ്ങേണ്ട ഒരു സാധനമാണ്. അപ്പം ആ ഒരു അതുകൊണ്ട് ഒരു മിയർ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മൾ മാത്രം ആവാതെ
ആ ഒരു ബോധത്തോടെ നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്ലെയിനിലേക്ക്, ഇപ്പൊ സയന്റിഫിക് ആണെങ്കിൽ തന്നെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം എന്തുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിനെ വളർത്തിയെടുക്കാൻ കഴിയില്ലേ? വെറും പുഴുവിൽ നിന്ന് നിനക്ക് ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ there's no difference between you and this thing. We are on this plane. അത് ആ ഒരു രീതിയിൽ നമ്മൾ കണ്ട് നമ്മുടെ കാഴ്ചപ്പാടിനെ വളർത്തിയാൽ അപ്പൊ അതാണ് നമുക്കൊരു നോമിനലിസ്റ്റ് നോഷൻ നമുക്ക് വരേണ്ടത്. അത് നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ ജ്ഞാനതലത്തിന്റെയും വളർച്ച അനുസരിച്ച് നമുക്ക് ഇത് വ്യാഖ്യാനിക്കാൻ പറയാം. അപ്പം ഈ പറയുന്ന ഓദറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഡയമെൻഷന്റെ ഒരു 1/10 പോലും നമുക്ക് സംഗ്രഹിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. എങ്കിൽ തന്നെ ഇപ്പം ഗുരുജി പറഞ്ഞ ഒരു കാര്യം അതെടുത്ത് നോക്കുവാണെങ്കിൽ that everything occurs in the unified field of the absolute എന്ന് പറയുമ്പം even this perhaps the concept of that the schematization and schematization and what we say this അത് പ്രകാരം വെച്ച് ഈ മോണഡോളജി അതെല്ലാം എടുത്തിട്ട് വരുമ്പം ഈ ഓരോരോ പ്രൊപ്പോസൽസ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആസ്പെക്ട് അത് സിംപ്ലിഫൈ ചെയ്ത് ഒരു സ്ട്രക്ചറൽ ആസ്പെക്ട് ആ ഡിഫറെന്റ് മേഖലകളെ കുറിച്ച് ഉള്ളതിനെ കുറിച്ചാണോ ഈ ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ സബ്ജക്റ്റിവിസവും സെലക്ഷനിസവും ഒക്കെ നമ്മൾ പറയുമ്പം ഇപ്പൊ അമ്മ തന്നെ പറഞ്ഞു, ഇപ്പൊ സ്ട്രക്ചർ എന്ന് ചോദിച്ചപ്പോ ഹോൾ, അപ്പൊ ആ മാവ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കാം, യൂണിവേഴ്സൽ ഹോൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ കണക്കൊരു 100 തിയറീസ് ഈ പറയുന്ന സെലക്ഷനിസം നമുക്ക് കൊണ്ടുവരാം. നമ്മള് കൊണ്ടല്ല ഫെർമെന്റേഷൻ കൊണ്ടാകട്ടെ, എയ്റോബിക് അനൈറോബിക് തിയറി, പിന്നെ റിലീസ് ഓഫ് എനർജി, ഫിസിക്സും ബയോളജിയും എല്ലാം നമുക്ക് ലൈഫ് സ്പാൻ കൊണ്ടുവരാം. വി കൻ ആട്രിബ്യൂട്ട് എവറിത്തിങ്, കെമിസ്ട്രി, എല്ലാം നമുക്ക് കൊണ്ടുവരാം. 100 സെലക്ഷനിസം യു ക്യാൻ പുട്ട് ഇറ്റ് ആ തിയററ്റിക്കൽ പ്ലെയിൻ കൊണ്ടുവരാം. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ്സ് നമുക്ക് വരുന്നത്, അത് ഈ സബ്ജക്റ്റിവിസം പ്രിസെപ്റ്റ്സ് ആയിട്ട് കോൺസെപ്റ്റ്, പ്രിസെപ്റ്റ്സ് മാത്രം, അതായത് പ്രിസെപ്റ്റ്സും കോൺസെപ്റ്റ്സും അത് നമുക്ക് കൺസെപ്റ്റ് മാത്രമാണ്, ഓബ്ജക്ട്സ് ഓഫ് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞാൽ. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇൻറ്റ്യൂട്ടീവോ ഫ്രീ വില്ലോ എങ്ങനെ വേണമെങ്കിലും എടുത്തു ആ തലത്തിൽ ഉണ്ടാവുന്ന മിയർ സ്പെക്യുലേഷൻ അല്ല. സബ്ജക്റ്റിവിസം ഇസ് നോട്ട് മിയർ സ്പെക്യുലേഷൻ but something more deeper than that, and that helps you understand all these structural based things. അതുകൊണ്ട് അതാണ് ആ സബ്ജക്റ്റിവിസം. സെലക്ഷനിസം നമ്മൾ പറഞ്ഞതുപോലെ പല 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 ഇത് ഉണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ ആ കെട്ടി പിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് വരുന്ന ഓരോ തിയറീസും ആ ഓരോരോ മേഖലയിൽ ആ ഓരോരോ ആസ്പെക്റ്റില് ഓരോരോ ഡിസിപ്ലിനില് നമ്മൾ സയൻസിന്റെ ഡിസിപ്ലിനിലോട്ട് പോകുമ്പോൾ ആ ഓരോ ഇതില് അവര് ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ തിയറിയുടെ ആ ഫ്രെയിം വർക്കും ഒക്കെ ആയിരിക്കും ഈ സ്ട്രക്ചറലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തോ അതായിരിക്കാം പറയാതെ. സ്ട്രക്ചറൽ ഹോൾ ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. സ്ട്രക്ചറൽ ഹോൾ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. സ്ട്രക്ചറൽ ഹോൾ എന്ന് പറയുന്നത് അതൊരു അബ്സല്യൂട്ട് കോൺസെപ്റ്റ്, കാരണം അത് എക്സിസ്റ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ ഗോ ത്രൂ. അതാണ് നമ്മൾ ആ മാവ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് നമ്മൾ സെലക്ഷനിസം എന്ന് പറയുന്ന തിയറീസ് എല്ലാം നമ്മൾ കൊണ്ടുവരാണ്. സബ്ജക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പുഴുവാവാം എന്തുവാം നിങ്ങളുടെ. അപ്പം നിങ്ങൾ ഈ പറയുന്ന ആ സബ്ജക്റ്റിനെ നമ്മൾ വന്ന് ആ പ്രോസസ്സിനെ നിങ്ങൾ പഠിക്കുമ്പം ഈ തിയറീസും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ പ്രിസെപ്റ്റ്സും കോൺസെപ്റ്റ്സും രണ്ടും എല്ലാം ഉപയോഗിക്കുമ്പം ആസ് എ ഹോൾ നമ്മൾ കാണണം. ആസ് എ സ്ട്രക്ചറൽ ഹോൾ കണ്ടുകൊണ്ട് വേണം നിങ്ങൾക്ക് ഈ സബ്ജക്ട്സിൽ അത് ഉപയോഗിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഈ സാധനവും ഓബ്ജക്റ്റീവായിട്ട് കിടക്കുന്ന ഈ സാധനവും നിങ്ങളും
മൊത്തത്തിൽ തന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് ഫിസിക്കൽ പ്ലെയിൻ മാത്രമല്ല, നമ്മുടെ ആ ബോധമണ്ഡലവും അതെല്ലാം ആ ആബ്സല്യൂട്ടിന്റെ പ്ലെയിനിലാണ് കിടക്കുന്നതെന്നുള്ള ആ ഒരു അവയർനെസ്സോട്. ഹലോ ആ ഒരു അവയർനെസ് നമുക്ക് വേണം താനും. അപ്പൊ അതാണ് സ്കോപ്പ് ഓഫ് ടു സൈഡഡ് അപ്രോച്ച്. ഇന്റലിജൻസ് നമ്മളിപ്പോ ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇത് വന്ന് ഇന്റലിജൻസ് കാരണം ഇതെല്ലാം ഇതിന്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. അപ്പൊ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പ്രോസസ് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പഠിക്കുന്നു. അത് നമുക്ക് ബേക്കിങ്ങിന് ഉപയോഗിക്കാം, പല കാര്യങ്ങളും നമ്മൾ അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത് ആ ഇന്റലിജൻസ് കാരണം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റ്യൂഷൻ ആണ് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇത് മനസ്സിലാക്കി ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി ഇൻറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ എന്താണ് ഒരു പല പല കാര്യങ്ങളിലേക്ക് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം സയൻസ് ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ കാരണം ഇന്റലിജൻസ് അവന്റെ എവല്യൂഷന് വേണ്ടി അവൻ ഉപയോഗിക്കുവാണ് ഫോർ ഹിസ് പ്രോഗ്രസ്. അപ്പൊ ആ പ്രോഗ്രസ്സിന് വേണ്ടി അവൻ ഇന്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും, അതിൻ്റെ അകത്ത് അവിടെ വരും. അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കാണ് ആ ഒരു ഡയമെൻഷൻ നമുക്ക് ആ ഡയമെൻഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇൻറ്റ്യൂഷണൽ ഡയമെൻഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഐ ഫീൽ വാട്ട് ദ ഓതർ try to interpret Bergson in such a way that intuition should be used in the absolute whole എന്ന ഒരു ഫ്രെയിമിക്ക് വേണ്ടിയിട്ട് വേണം നിങ്ങൾക്ക് വരണം. അപ്പം അവിടെ മേ ബി ദാറ്റ് ഫ്രീ വിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെറ്റാഫിസിക്സ് അതാണ് പറഞ്ഞത്. അപ്പം യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ അപ്പൊ അതിൻ്റെ അകത്ത് ഡ്യൂറേഷന്റെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ബർഗ്സണിൽ ആ ഡ്യൂറേഷൻ അത് ഇൻഡിറ്റർമിനബിൾ അല്ല, ഡിറ്റർമിനബിൾ ആണ് ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡെസ്ക്രാറ്റസ് അങ്ങനെയല്ല പറയുന്നത്. ടൈം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ് ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദിസ് ഫിസിക്കൽ പ്ലെയിൻ ദാറ്റ്സ് അബ്സല്യൂട്ട് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഓരോ ഫിലോസഫേഴ്സും ഓരോ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഇതില് നമുക്കിപ്പോ പറയാൻ പറ്റുന്നത് ആ ഇൻറ്റ്യൂട്ടീവ് പ്ലെയിന് എന്ന് പറയുന്നത് അത് മോർ ഓഫ് എ ഹോളിസ്റ്റിക് സ്ട്രക്ചറൽ ഫ്രെയിംവർക്കോ അബ്സല്യൂട്ട് ഫ്രെയിംവർക്ക് ആയിട്ട് കണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഗുരുജി പറഞ്ഞ എക്സാമ്പിൾ കണക്ക് നമ്മൾ ഇന്റലിജൻസും ഇൻറ്റ്യൂഷനും ഓരോ സിൻക്രണൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് ആയിരിക്കും അദ്ദേഹം പറയുന്നതെന്നേ നമുക്ക് പറയാൻ പറ്റൂ. ആ ഒരു ആസ്പെക്റ്റിലെ നമുക്ക് ഈ പറയുന്ന സബ്ജക്റ്റിവിസവും സെലക്ഷനിസവും സ്ട്രക്ചറലിസവും നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഈ ഫിലോസഫേഴ്സ് ഓഫ് സയൻസും സയന്റിഫിക് ഫിലോസഫേഴ്സും രണ്ടും നമ്മൾ പറഞ്ഞില്ലേ, അതാണ് രണ്ടെണ്ണം നമുക്ക് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറയുന്നു. ഉണ്ട്. രണ്ടിടത്തും ഈ പറഞ്ഞ കാര്യങ്ങള് ഈ അതന്നെ ഫ്രം ടു സൈഡ്സ് ഇത് അപ്രോച്ച് ചെയ്യാം. സബ്ജക്റ്റിവിസം വൺ സൈഡ്, സ്ട്രക്ചറലിസം വൺ സൈഡ്, അതിന്റെ ഇടയ്ക്ക് അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത്. അതാണ് ഇത് പറയുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ് ഈ ടു സൈഡഡ് അപ്രോച്ച് സ്വാമിനി അമ്മ എന്താണ് ടു സൈഡഡ് അപ്രോച്ച്? അപ്പൊ അതിലാണ് വി വെർ ഡിസ്കസിങ് ലാസ്റ്റ് ടൈം ഓൾസോ. ഈ ടു സൈഡഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഈ സയന്റിഫിക് പ്ലെയിനില് ഇപ്പം ഈ നമ്മൾ ഇപ്പൊ ബർഗ്സൺ ആയാലും സ്പിൻസോവ ആയാലും ലെബനിസ് ആയാലും ഇവര് ആ സയന്റിഫിക് ഫിലോസഫൈസിങ്ങും അപ്പം അവര് മോർ ഓണ എന്താണ് ആ ഒരു ആ എംപിറിക്കൽ അപ്പൊ അത് ഫ്രീ വിൽ എന്ന് പറയുന്ന സാധനം തന്നെ ദാറ്റ് ഷുഡ് ബി എക്സിസ്റ്റിംഗ് ഓൺ എന്താണ് ആ സയന്റിഫിക് സോ കോൾഡ് സയന്റിഫിക് പ്ലെയിൻ ദാറ്റ് ഹാസ് ബീൻ denoted by classical philosophers. പക്ഷേ there is a something that has been tried to be hidden by Bergson, because he doesn't want his philosophies, which are in fact true, to be criticized by the so-called learned thinkers of that time. But it was he was even accused of pantheism by the churches at that point of time, because he was seeing God as a universal whole.
അപ്പം ബർഗ്സിന്റെ തിയറിക്ക് അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന എഡിഗ്ഡന്റെ സബ്ജക്റ്റിവിസം ഇതൊക്കെ പറയുന്നത്, സബ്ജക്റ്റിവിസം ഇതിന്റെ എഡിഗ്ഡന്റെ ഫിലോസഫി എടുക്കുമ്പം അതിന്റെ അകത്തൊക്കെ മോർ ഒരു കോൺസെപ്ഷ്യൽ പ്ലെയിനില്ല. അപ്പം thus in the two-sided approach to normative absolute thinking is now almost an accomplished fact even in West. It's now in perfect vogue to speak of a field theory which evidently presupposes something visible, as in a magnetic field of forces revealed by iron fillings scattered over a piece of paper laid over a magnet. This is fashionable in inertial and gravitational field theories. The later, that is gravitational, perhaps refers to more of a universal verticalized content than the former, which is limited only to visible fact. അപ്പം അതെ, അപ്പൊ എന്താ പറയാൻ പറ്റും? കാരണം ഇപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് അതായത് വിസിബിൾ ആയിട്ട് ഉള്ള ഒരു ഇതല്ല. ബട്ട് ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ. പക്ഷെ കാണാൻ പറ്റുന്നത് ആ പേപ്പറിനകത്തെ പാറ്റേൺസ്. അതെ അതെ അതെ. അതപ്പോ അപ്പം അതിനൊരു ഫോഴ്സ് ഉണ്ട്, ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അത് കാണാൻ പറ്റത്തില്ല, വെർട്ടിക്കലൈസ് ആണ്. This claim of structuralists are now only being consistently established by M.A. Tonlett and Ferbier, working on the lead Broccoli. Must be effort to make structuralism fully valid in the domain of modern science. അപ്പം സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇദ്ദേഹം വരുന്നത്? ഈ പറയുന്ന രണ്ടും, ആ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും വരുന്ന ആ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതും പെർസീവ് ചെയ്യാൻ പറ്റാത്തുള്ള സയന്റിഫിക് ട്രൂത്ത്സിന്റെ some of them consider as a little in advance of their own time, and the full approbation of their views by elder scientists is being waited. Hilbertian mathematics has also given a strong impetus to structural way of being of thinking, and it can be predicted that structuralism in the near future will be fully recognized as a factor giving unity and validity of reference to the more widely differing disciplines. അപ്പോൾ structuralism is something that is taking place that this modern scientists say in the field of this absolute. അതായത് രണ്ടും നടക്കുന്നത്, observable and also the other one. More on that. അപ്പം ഇതിന്റെ അകത്ത് ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് നിൽക്കുന്നത് ഒന്ന് പെർസീവബിളും നോൺ പെർസീവബിളും ആയിട്ടുള്ള കാര്യങ്ങളും രണ്ടും നമുക്ക് ഒരു ട്രൂത്ത് ആണ്. ഇപ്പം നമുക്ക് സയൻസ് പ്ലെയിനിൽ തന്നെ ഇപ്പൊ നമ്മള് ഈ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ വരുന്ന പറയും. അപ്പൊ ആ ട്രൂത്ത് ഒക്കെ പിന്നെ ഇൻ കോഴ്സ് ഓഫ് ടൈം ഇപ്പൊ നമ്മൾ മോഡേൺ സയൻസിലേക്ക് വരുമ്പോ അത് കൂടുതലും ക്ലാരിറ്റി ആയി വരുമല്ലേ. അപ്പം യൂട്ടിലിറ്റി പ്ലെയിനിലും ഇതിലെല്ലാം നമ്മൾ മൊത്തമായിട്ടത് കണ്ട് പോകാനേ പറ്റുള്ളൂ. ശരി, അതാണ്. അപ്പോ അത് രണ്ടും വേണം എന്നുള്ളതും പിന്നെ ബർഗ്സ് ആൻഡ് പ്രെഡിക്കൽ ആ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നത് അത് ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കണം എന്നുള്ളത് പറയുന്നത് പിന്നെ ഉള്ള പോയിന്റിൽ പറയുന്നുണ്ട്. ദിസ് ബർഗ്സ് അറ്റ് ലെങ്ത് ബിക്കോസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഇൻ ആ പാരഗ്രാഫ് അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോഴും അതിനകത്തും പറയുന്നുണ്ട് that it is impossible to consider the mechanism of intelligence as well as the progress of our science without arriving at the conclusion that between intelligence and matter there is in effect a symmetric concordance and correspondence. അപ്പോൾ അത് ആ ഫീൽഡ് ആയിരിക്കും നമ്മുടെ ആ ഫീൽഡ് പറയുന്നത്. അതിനകത്ത് ഇതെല്ലാം നടക്കുന്നതാണ്. അതായത് ഹോറിസോണ്ടലും ഈ വെർട്ടിക്കലും പറയുമ്പം ആ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആ ഫീൽഡിൽ ഈ രണ്ട് കാര്യത്തിന്റെ സിമെട്രി ഉണ്ട്. ഒരു സിമെട്രി ഉള്ളതായിരിക്കും ഓരോ, അത് യോജിക്കുന്നതാണ്. കോൺകോർഡൻസ് രണ്ടിനും ഒരു എന്താണ് കൺകോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപോലെ ഉള്ള ആ നേച്ചർ ഉണ്ടായിരിക്കാം, കോറസ്പോണ്ടൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് പിന്നെ savants, on the one hand, in the eyes of the savant, matter resolves itself more and more into mathematical relation, and on the other hand, the essential faculties of intelligence do not function with an absolute precision except when they are applied to geometry. അപ്പോൾ
ഹലോ കേൾക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുക, അതാണ് പ്രശ്നം. എയർപ്ലെയിൻ മോഡ് ഇടാൻ പറ്റും. പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡൗട്ട്ലെസ് മാത്തമാറ്റിക്കൽ സയൻസ് കുഡ് നോട്ട് ഹാവ് ടേക്കൻ at its origin the form that the Greeks had given to it. അപ്പോൾ അതിൽ ഇങ്ങനെ പോകും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോകും, ഈ രീതിയിൽ ഇങ്ങനെ പോകും. പക്ഷെ എന്താ പറഞ്ഞാലും ഈ കാര്യം ഇതിനകത്തുള്ളത് ഇത് തന്നെയാണ്. നമുക്ക് രണ്ടും, ഇന്റലിജൻസും മറ്റേ ഒബ്സർവബിളും രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ, ഇന്റലിജൻസ് പറയുമ്പം കുറച്ചുകൂടെ ആ സയന്റിഫിക് സൈഡിലോട്ട് പോകാനുള്ള ആ ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഒബ്സർവബിളും ആ ഇന്റലിജൻസും വിച്ച് ഇസ് മോർ ഓഫ് ദ സയന്റിഫിക് സൈഡിൽ പോകുമ്പം ഇത് നടക്കുന്ന ആ ഒരു യൂണിഫൈഡ് ഫീൽഡിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇറ്റ് സ്ട്രക്ചറലിസം, അതിനും പറയുന്നത് സ്ട്രക്ചറലിസമായിട്ടും റിഫർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദാറ്റ് ഈസ് അനദർ ആസ്പെക്ട് ഓഫ് ദ യൂണിഫൈഡ് സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. See, we were also discussing yesterday towards this end. We can feel effort to understand most often exists in fact, but not in principle in any other development of study. On the contrary, in order to understand, an effort of maturation of thought must be made, which means in some way adhering to the result, essentially filling duration, and which would not lend itself to be understood as instantaneous even theoretically. But there is a gap. അതാണ് ഇനി അടുത്ത പറയുന്നത്. ബ്രീഫ്ലി, കാരണം ആ ഇന്റലിജൻസും ഈ പറയുന്ന മാറ്റർ, സെൻസറി പെർസെപ്ഷൻസിലാണ് നിൽക്കുന്ന മാറ്റർ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു വേവ് ഫോമിൽ നിൽക്കുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ ഒരു നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ലിമിറ്റിംഗ്. We must believe in a gap between matter and intelligence. We must consider matter as of nothing other than the superficial impression made on our senses. Yes, yes. And if we should leave to our intelligence the fluid and vague form which it has in its everyday operation. ഒരു ഒഴുക്കല്ലേ ആ ധാര, അതായത് ആ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് എന്നുള്ള പറയുന്ന ആ സാധനം ഒരു ധാരയായിട്ടല്ല പോകുന്നത്. നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇത് തന്നെയാണ്. അതായത് നമ്മള് സെൻസറി പെർസെപ്ഷൻസിൽ മാത്രം നിർത്തി ഇന്റലിജൻസിന്, ഇപ്പം വെള്ളം ഗുരുജിയാണെന്ന് നമ്മൾ പറഞ്ഞ വെള്ളത്തിന് വാട്ടർ വേപ്പർ ഫോം. അപ്പം ആ ഇന്റലിജൻസ് ആ സെൻസറി പെർസെപ്ഷൻസിൽ ആ ഫോമിൽ മാത്രം നിങ്ങൾ നിർത്തരുത്. ബട്ട് we should bring intelligence to precise contours. Yes. And when we search more profoundly and sufficiently our sensible impression in such a way that matter begins to give up the interiors of its structure, we find that the articulation of intelligence come to apply themselves exactly on those of matter. അതായിരിക്കണം ഇത്. More inner counters. We do not see, therefore, why the science of matter should not attain an absolute whole. അതാണ് നമുക്ക് ഈ മൊണാഡ്സിലേക്ക് നമുക്ക് പോവാം. അതാണ് മൊണാഡ്സിലേക്ക് ഇത് വരുന്നത്. It attributes to itself instinctively this significance, and all natural beliefs should be considered to be true, and all appearance as reality. As long as one has not established its illusionary character. അപ്പൊ ഇതിനകത്ത് ഗുരുജി പറയുന്ന ഒരു കാര്യമില്ലേ, നമ്മളൊരു സാധനത്തിനെ കാണുമ്പം നമ്മൾ കാണുന്നത് ആ ഒരു എവിടെ ഇംപിഞ്ച് ചെയ്തിട്ടാണ് എല്ലാ ഇംപ്രഷൻസും എവിടെ ഇംപിഞ്ച് ചെയ്യുന്നത്, ആ ബാക്ക്ഗ്രൗണ്ട്
ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇപ്പൊ ഈ ഇന്റലിജൻസ് എന്ന് തന്നെ പറഞ്ഞു. ഇന്റലിജൻസ്, സൂപ്പർ ഇന്റലിജൻസ് ആണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സൂപ്പർ ഇന്റലിജൻസ് ഓർ സൂപ്പർ ഓൾസോ യു ക്യാൻ സേ. അപ്പൊ അവിടാണ് ഇത് സെൻസസിന്റെ പതിയുന്നത്. ആ സെൻസസ് ആ തലത്തിൽ നമ്മൾ അത് കാണുമ്പം, ആ ലെവലിൽ കാണുവാണെങ്കിൽ, ഈ ഫ്ലൂയിഡിറ്റി, ഈ ഇങ്ങനെ ആ ഒഴുക്കിൽ അതിനെ കാണുവാണെങ്കിൽ, ആ ലെവലിൽ മറ്റേതിനെയും നമ്മൾ കാണുവാണെങ്കിൽ, നമ്മുടെ കോൺഷ്യസ്നെസ്സും അതിന്റെ കോൺഷ്യസ്നെസ്സും മെർജ് ചെയ്യുന്നത് പോലെ വിചാരിക്കുമ്പോൾ ആ ആബ്സല്യൂട്ട് ഫീൽഡിലോട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നതെന്ന് ആണ് ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും, ഈ സ്ട്രക്ചറലിസം ഇതെല്ലാം പറഞ്ഞെങ്കിലും, അവസാനം ഇറ്റ് കം ടു ദാറ്റ് ഓൺലി. അല്ലല്ല, ഇത് ഇപ്പൊ നമ്മൾ ഇത്ര പറഞ്ഞല്ലോ. നിങ്ങള് സെൻസിന്റെ ആദ്യ ഇന്റലിജൻസ് വന്ന് നിങ്ങളുടെ ഹയർ ഇന്റലിജൻസ് നിങ്ങൾ പറയുന്നത് അതേ ആ സയന്റിഫിക് പെയിനിൽ തന്നെയാ പറയാം. നിങ്ങൾ ഗോർ സ്ട്രക്ചറലി ഇന്റേണലി വന്ന പിന്നെ ഇറ്റ് ആട്രിബ്യൂട്ട്സ് ടു ഇറ്റ് സെൽഫ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി the significance and all natural belief should be considered to be true and all appearance as reality as long as one has not established its illusionary character. അത് മാത്രം, അതിനെ മാത്രം നോക്കിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യൂവിംഗിലെങ്കിൽ നിങ്ങൾ ഹൈപ്പോത്തൈസ് ചെയ്ത് നിങ്ങൾ പോകരുത്. as long as you have not identified its illusionary character. Yes, attributes നോക്കാതെ നിങ്ങൾ അകത്തോട്ട് പോകുക. നിങ്ങൾ see റിയാലിറ്റി എന്ന് പറയുമ്പം അതിനെ പെട്ടെന്ന് ഇത് റിയാലിറ്റി അല്ല, ഇത് മായയാണ് എന്ന് നിങ്ങൾ പറയാതെ perceive and accept rather than hypothesis. You see and accept it as it is, unless and until you establish its illusionary character. അപ്പോൾ നിങ്ങൾ ആ സയന്റിഫിക് പെർസെപ്ഷൻ വെച്ചോണ്ട് തന്നെ നിങ്ങൾ പോകണം. ബട്ട് ദാറ്റ് ഇസ് illusionary because it is part and parcel of the whole. ആ സെൻസറി പെർസെപ്ഷൻ അപ്പുറമാണ്. കാരണം നിങ്ങൾ ഈ വേപ്പർ ഫോമിൽ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിന്റെ അപ്പുറമുണ്ട്. വെള്ളത്തിന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ കൊണ്ടുപോകാം. ഫിസിക്കൽ പ്ലെയിനിൽ പോയി ഇത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൊണ്ടുപോകാം. കെമിസ്ട്രിയിൽ പോയി നമുക്ക് അതിന്റെ എലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇറ്റ് ഹാസ് സോ മച്ച് ഡയമെൻഷൻസ് ടു ഇറ്റ്. അപ്പം ആ ഒരു ഡയമെൻഷൻ, ബട്ട് ദാറ്റ് ഹാസ് ടു ബി റീച്ച്ഡ് അൺലെസ് ആൻഡ് അൺടിൽ യുവർ ദിസ് കോൺഷ്യസ്നസ് reach that level, you give it. അപ്പൊ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം അവിടെ പറയുന്നത്. അപ്പൊ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അതാണ് അയാളുടെ തിങ്കിങ്ങിന്റെ ഹോളിസ്റ്റിക് അബ്സല്യൂട്ട് ഹോൾ ഉണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. Those who declare our science to be relative, as well as on those who claim that our knowledge deforms or constructs its objects, divorce the charge of their proving it. അപ്പം ഈ റിലേറ്റീവ് തിയറി ഒക്കെയാണ് ഒക്കെ പറയുമ്പോൾ ദേ ഹാവ്, കാരണം ദീസ് ആർ ബീൻ ഇൻ കോഴ്സ് ഓഫ് ടൈം. കാരണം ഈ പറയുന്ന ട്രൂത്ത് അന്നുള്ള ട്രൂത്ത് മാത്രമേ ഉള്ളൂ. അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് അപ്പോൺ ദം വെൻ യു ആർ പുട്ടിങ് ഇറ്റ്. അപ്പൊ അത്രമാത്രം ഇവോൾവ് ചെയ്തു അയാളുടെ. നമുക്ക് തിങ്കിങ് ഒന്ന് ആലോചിച്ചു. ആൻഡ് കാരണം ജസ്റ്റ് ഇമാജിൻ, ബർഗ്സൺ എന്നൊക്കെ വളരെ കോണ്ടംപററി ആണ്, സെഞ്ചുറിയിൽ നിന്ന ആളുകളാണ്. ദേ വുഡ് നോട്ട്, കാരണം അദ്ദേഹമാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഇത് കൊണ്ടുവന്നത്, വേവ് തിയറി ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ആ സബ്റ്റിൽ എലമെന്റ്സിൽ പോയ ആളാണ്. പക്ഷെ ആബ്സല്യൂട്ട് ഹോൾ ഉണ്ട് എന്നതാണ് ഈ ഇതിന്ന് കണ്ട് അത് എഴുതിയതാണ്. And they did not know how to fulfill this obligation because the doctrine of relativity of science does not know where to find a place for itself. അത് നമ്മൾ റിലേറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. When you take it, the time is moving. അത് when you take the earth as a whole, when science and metaphysics are on their true ground, that on which we replace them here. That on which we replace them here. Replace നമ്മൾ ചെയ്യുന്നു. പക്ഷെ അത് ഓൾറെഡി ഇറ്റ് ഈസ് there. Yes. അതാണ്. ബ്യൂട്ടിഫുൾ ആണ്.
ഐ തിങ്ക് നമ്മുടെ ലിമിറ്റഡ് നോളജ് വെച്ച് നമ്മൾ ഇതിനെ എത്രമാത്രം ചെയ്യാൻ പറ്റുമോ സത്യത്തിനോട് നമ്മൾ നീതി പുലർത്തി എന്നാണ് പറയാം. We humbly bow and surrender ourselves to the all-pervading effulgence of the absolute love, bliss. Hari Om.